സാമ്പിളിംഗ് ടെക്നിക്സ് എന്ന ചാപ്റ്റർ 10 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പറഞ്ഞിരുന്നു പോപ്പുലേഷന്റെ സൈസ് വളരെ അധികമാവുക, അല്ലെങ്കിൽ പോപ്പുലേഷനിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കേസ് വരുമ്പോൾ സാമ്പിൾ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം എന്ന് പറഞ്ഞു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ സാമ്പിൾസ് എങ്ങനെയെല്ലാം സെലക്ട് ചെയ്യാം, മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ആണ്. സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ രണ്ട് വിധത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റും. നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. നോൺ പ്രോബബിലിറ്റി സാമ്പിൾ എന്ന് അന്വേഷകൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ അദ്ദേഹത്തിന് സൗകര്യപ്രദമായ രീതിയിൽ സാമ്പിൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണിത്. ഇൻവെസ്റ്റിഗേറ്റർ പോപ്പുലേഷനിലെ ഓരോ അംഗത്തിനും സാമ്പിളിൽ ഉൾപ്പെടുന്നതിന് നിശ്ചിതമായ ഒരു പ്രോബബിലിറ്റി നൽകിക്കൊണ്ട് സാമ്പിൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അന്വേഷകൻ സൗകര്യപ്രദമായ രീതിയിൽ സാമ്പിൾസ് സെലക്ട് ചെയ്യുമ്പോൾ 3 വിധത്തിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് വൺ കൺവീനിയൻസ് സാമ്പിളിംഗ്, സെക്കൻഡ് വൺ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്, തേർഡ് വൺ കോട്ട സാമ്പിളിംഗ്. അപ്പൊ എന്താണ് കൺവീനിയൻസ് സാമ്പിളിംഗ്? പോപ്പുലേഷനിൽ നിന്നും സൗകര്യപ്രദമായി അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. നിലവിലുള്ള ഒരു ലിസ്റ്റിൽ നിന്ന്, ഉദാഹരണം വാഹന രജിസ്ട്രേഷന്റെ ലിസ്റ്റ് ഉണ്ടാവാം, ടെലിഫോൺ ഡയറക്ടറീസ് ഉണ്ടാവാം, തുടങ്ങിയവയിൽ നിന്ന് അന്വേഷകൻ അദ്ദേഹത്തിന്റെ സൗകര്യത്തിനനുസരിച്ചുകൊണ്ട് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതിനെയാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ടീച്ചർ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് എന്ന് വിചാരിക്കൂ. ടീച്ചറുടെ കയ്യിലുള്ള നോമിനൽ റോള് ബേസ് ചെയ്തുകൊണ്ട് ടീച്ചർക്ക് ഇഷ്ടമുള്ള കുട്ടികളെയാണ് വിളിച്ച് ചോദിക്കുന്നതെങ്കിൽ അതിനെയാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലഭിച്ച സാമ്പിൾസ് പോപ്പുലേഷന്റെ പ്രതിനിധി ആയിരിക്കില്ല, റെപ്രസെന്റേറ്റീവ് ആവില്ല. സെക്കൻഡ് വൺ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്. ഇൻവെസ്റ്റിഗേറ്ററിന്റെ സവിശേഷതകൾക്കനുസരിച്ച് സാമ്പിളിൽ ഉൾപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ അംഗങ്ങളെ ഒരു മുൻവിധിയോടെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്. ഈ രീതിയിൽ സാമ്പിൾ തിരഞ്ഞെടുക്കുന്നത് നിശ്ചിത ഉദ്ദേശത്തോടെ ആയിരിക്കും. ഇൻവെസ്റ്റിഗേറ്റർ അനുഭവ പരിചയവും വൈദഗ്ധ്യമുള്ള ആളാവുകയും, അതായത് എക്സ്പീരിയൻസ്ഡ് ആൻഡ് സ്കിൽഡ് ആണെങ്കിൽ സാമ്പിളിംഗ് ശ്രദ്ധയോടെ നടത്തുകയും ചെയ്താൽ ഇത്തരം സാമ്പിളുകൾ ഉപയോഗിച്ച് വാല്യുബിൾ റിസൾട്ട് ഉണ്ടാക്കുവാൻ സാധിക്കും. തേർഡ് വൺ കോട്ട സാമ്പിളിംഗ്. കോട്ട സാമ്പിളിങ്ങിൽ ചില നിർദ്ദിഷ്ട സവിശേഷതകൾ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് കയ്യിലുള്ള ഡാറ്റയെ കോട്ടകളായി തിരിക്കുക. തിരിച്ചു വെച്ച ഡാറ്റകളിൽ നിന്നും സാമ്പിൾസ് സെലക്ട് ചെയ്യും. ഇവിടെയും സാമ്പിൾസ് സെലക്ട് ചെയ്യുമ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സണൽ ജഡ്ജ്മെന്റ് ആണ്, വ്യക്തിപരമായ താല്പര്യമാണ് ഉള്ളത്. അതായത് ഈ പറഞ്ഞ 3 കേസിലും പ്രോബബിലിറ്റി അല്ല ബേസ് ചെയ്യുന്നത്. 100 പേര് താമസിക്കുന്ന പ്രാദേശികമായ സ്ഥലത്ത് ഒരു ഇൻകം സർവേ നടത്താൻ തീരുമാനിച്ചു എന്ന് കരുതുക. അപ്പം 100 പേരെ 3 കോട്ടാസായി ഡിവൈഡ് ചെയ്യണു. ആദ്യത്തെ കോട്ടയിലെ 60 പേര് ഹൗസ് വൈഫാണ്. സെക്കൻഡ് കോട്ടയിലെ 25 പേരാണ് റെഗുലർ എംപ്ലോയേഴ്സ്. തേർഡ് കോട്ടയിലെ 15 പേര് ബിസിനസ്മെൻ ആണ്. ഈ 3 കോട്ടയിൽ നിന്നും ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് ഇഷ്ടമുള്ള കോട്ടയിൽ നിന്ന് ആളെ സെലക്ട് ചെയ്യാം, സാമ്പിൾസ് കളക്ട് ചെയ്യാം. കോട്ട സാമ്പിളിംഗ് മെത്തേഡ് പബ്ലിക് ഒപ്പീനിയൻ സ്റ്റഡീസിനും പേഴ്സണൽ ഇന്റർവ്യൂസിനുമാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് നോക്കാം. അതേസമയം പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഇൻവെസ്റ്റിഗേറ്റർ പോപ്പുലേഷനിലെ ഓരോ അംഗത്തിനെയും സാമ്പിളിൽ ഉൾപ്പെടുന്നതിന് പ്രോബബിലിറ്റി ലോസുകളുടെ സഹായത്താൽ ശാസ്ത്രീയമായി സാമ്പിളുകൾ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്.
ഇത്തവണത്തെ ഫോക്കസ് പോയിന്റിൽ അത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്? പോപ്പുലേഷനിലെ ഓരോ അംഗത്തിനും സാമ്പിളിൽ ഉൾപ്പെടുന്നതിന് ഈക്വൽ പ്രോബബിലിറ്റി കൽപ്പിക്കുന്ന ഒരു മെത്തേഡാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഈ കേസിൽ, അതായത് ഈ മെത്തേഡിൽ റാൻഡംലി ആണ് സാമ്പിളിംഗ് യൂണിറ്റ് സെലക്ട് ചെയ്യുന്നത്. പോപ്പുലേഷൻ ഹോമോജീനിയസ് ആവുമ്പോൾ മാത്രമേ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റൂ. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിലാണ് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ തരത്തിൽ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ്. വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് പോകാം. അമൽ, ഏണില് എത്ര മാർബിൾസ് ഉണ്ട്? 30 marbles. എന്നാൽ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യൂ. നോക്കാൻ പാടില്ല. ഒരെണ്ണം കിട്ടിയില്ലേ? ഇനി ഒരെണ്ണം കൂടെ സെലക്ട് ചെയ്യും. നേരത്തെ സെലക്ട് ചെയ്തത് എന്താ ചെയ്തത്? ഓക്കെ, അടുത്തത് സെലക്ട് ചെയ്യൂ. അപ്പൊ വീണ്ടും ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. എത്ര മാർബിൾസ് ഉണ്ട് വീണ്ടും ആ ഏണില്? 30. ഓക്കെ, ഒരെണ്ണം കൂടെ സെലക്ട് ചെയ്യും. വീണ്ടും ഒന്നുകൂടെ സെലക്ട് ചെയ്ത് നോക്കട്ടെ. ഈ എടുത്ത ഐറ്റത്തിനെ എഗെയിൻ ആ ഏണിലേക്ക് തിരിച്ചിട്ടു കേട്ടോ. ഒരെണ്ണം കൂടെ എടുത്തു. ഇങ്ങനെ എടുത്ത സാമ്പിളിനെ അതേ ബോക്സിൽ ഇട്ടതിന് ശേഷം വീണ്ടും എടുക്കുന്ന പ്രോസസ്സിനെയാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. റീപ്ലേസ്മെന്റ്, പഴയ സ്ഥലം ഏതാണോ അവിടെ തന്നെ വെച്ചു എന്നുള്ള അർത്ഥം. യെസ്, ഒരു തവണ കൂടി എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യണു. അമൽ, ഈ ഏണിൽ എത്ര മാർബിൾസ് ഉണ്ട് അമൽ? 30 മാർബിൾസ് ഉണ്ട്. ഒരെണ്ണം നോക്കാതെ സെലക്ട് ചെയ്യൂ. യെസ്, പിന്നെ ഒരെണ്ണം കൂടെ സെലക്ട് ചെയ്യൂ. അപ്പൊ അമൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. നേരത്തെ സെലക്ട് ചെയ്ത മാർബിൾ അവിടെ? ഇനി എത്ര മാർബിൾസ് ഉണ്ട് ഏണില്? ഇനി ഏണില് 29 മാർബിൾസ്. 29 മാർബിൾസ് ഉണ്ട്. എഗെയിൻ ഒരെണ്ണം കൂടെ സെലക്ട് ചെയ്യേ. സെലക്ട് ചെയ്ത മാർബിള് മാറ്റി വെച്ചു. എഗെയിൻ ഒരെണ്ണം കൂടെ സെലക്ട് ചെയ്യേ. സോ ഇപ്പൊ ഏണിൽ എത്ര മാർബിൾസ് ഉണ്ട് അമൽ? 28 മാർബിൾസ്. അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു. ഓക്കെ, തേർഡ് പാർട്ട്. എല്ലാ ഐറ്റത്തിനും സെലക്ഷൻ ചെയ്യാനുള്ള ഈക്വൽ ചാൻസ് നൽകിക്കൊണ്ട് സെലക്ട് ചെയ്ത ഐറ്റത്തിനെ മാറ്റിവെച്ച് ബാക്കിയുള്ള ഐറ്റത്തിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. എടുത്ത സാധനം തിരിച്ചു വെച്ചുകൊണ്ട് അതേ ബോക്സിൽ ഇട്ടുകൊണ്ട് സെലക്ട് ചെയ്യുന്ന രീതിയാണ് വിത്ത് റീപ്ലേസ്മെന്റ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ n സാമ്പിൾസുകളാണ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. വിതൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാലോ എടുത്ത സാധനം ആ ബോക്സിൽ ഇടാതെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് വിതൗട്ട് റീപ്ലേസ്മെന്റ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റില് നമുക്ക് n സാമ്പിൾസുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ പറഞ്ഞ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിലും ഈ രണ്ട് മെത്തേഡിലും ഒന്നുകിൽ ലോട്ടറി മെത്തേഡിലൂടെ പോവാം, അല്ലെങ്കിൽ റാൻഡം നമ്പർ ടേബിൾ മെത്തേഡിലൂടെ നമുക്ക് പോവാം. ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് പറയാം. ഫസ്റ്റ് വൺ, ലോട്ടറി മെത്തേഡ്. റാൻഡം സാമ്പിൾ സെലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ലോട്ടറി മെത്തേഡ്. എന്താണ് ലോട്ടറി മെത്തേഡ്? ലോട്ട് ഇട്ടെടുക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങള്? നമ്മൾ കളിച്ചിട്ടും ഉണ്ടാവും അങ്ങനെ. ലോട്ട് ഒരേ കളറ്, ഷേപ്പ്, സൈസ്, അങ്ങനെ കുറേ സ്ലിപ്പുകളിൽ എന്തെങ്കിലും എഴുതിയിട്ട് ഒരുപോലെ മടക്കി ഷഫിൾ ചെയ്ത് എടുക്കുന്ന രീതിയിലുള്ള കളികൾ നമ്മൾ കളിച്ചിട്ടുണ്ട്. അതേ പ്രൊസീജിയർ തന്നെയാണ് ലോട്ടറി മെത്തേഡിലും. ഇവിടെ ചെയ്യുന്നത് 1 തൊട്ട് n വരെയുള്ള നമ്പേഴ്സുകൾ, ഇപ്പം 100 ആണ്
ഉള്ളതെങ്കിൽ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് സെയിം സൈസ്, ഷേപ്പ്, കളറ് അത്തരം സ്ലിപ്പുകളിൽ എഴുതിയതിന് ശേഷം ഒരുപോലെ മടക്കി ഒരു ബാഗിൽ ഇട്ട് ഷഫിൾ ചെയ്ത് അതിൽ നിന്നും വേണ്ട ഐറ്റംസ് ഓരോന്നോരോന്നായി സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ്റെ സൈസ് 100-ൽ കൂടുതലാണെന്ന് കരുതുക. 100 തന്നെ ബുദ്ധിമുട്ടാണ്, എന്നാലും അസ്യൂം ചെയ്യും 100-നേക്കാളും കൂടുതലാണെങ്കിൽ സെയിം സൈസില്, ഷേപ്പില്, കളറില് എല്ലാം സ്ലിപ്സുകൾ, 100-ൽ കൂടുതലുള്ള സ്ലിപ്സുകൾ മടക്കി ഷഫിൾ ചെയ്ത് എടുക്കുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സാമ്പിൾ സെലക്ഷനാണ് റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ്. ഈ കാണുന്നതാണ് റാൻഡം നമ്പർ ടേബിള്. ഈ ടേബിള് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്ത ടേബിളാണ്. നോക്കൂ, ഓരോ 4 ഡിജിറ്റ് കഴിയുമ്പോഴും സ്പേസ് ഉണ്ട്, നോക്കുക കേട്ടോ. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് സാമ്പിൾസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. 100 ഐറ്റം ഉള്ള ഒരു പോപ്പുലേഷനിൽ നിന്ന് 10 സാമ്പിൾസ് ആണ് സെലക്ട് ചെയ്യണം എന്നിരിക്കട്ടെ. അപ്പം 100 പറയുമ്പോൾ എത്ര ഡിജിറ്റ്? 3 ഡിജിറ്റ്. നമ്മൾ ചെയ്യാനുള്ളത് ഈ റാൻഡം നമ്പർ ടേബിളിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു റോയോ കോളമോ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ഈ കോളമാണ് സെലക്ട് ചെയ്തത് എന്ന് കരുതൂ. ഇതിന്ന് ഏത് റോയാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ആ റോ വേസിൽ നമ്മൾ നോക്കി പോവുക. അപ്പം 3 ഡിജിറ്റ് ആണ് നോക്കുന്നത്. 3 ഡിജിറ്റ് ഫസ്റ്റ് നോക്കൂ, 008. ആദ്യത്തെ നമ്പർ 8 എന്നുള്ള സാമ്പിൾ സെലക്ട് ചെയ്തു. ദെൻ 520, 100-നേക്കാളും വലുത് ഒഴിവാക്കി 033, അപ്പൊ 33 ഐറ്റം സെലക്ട് ചെയ്തു. ദെൻ 546 ഒഴിവാക്കി 058, 58-ാമത്തെ സാമ്പിൾ. അപ്പൊ 3 സാമ്പിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 837, 349, 865, അങ്ങനെ 100-നേക്കാളും മുകളിലുള്ള നമ്പേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് സെലക്ട് ചെയ്യുക. റോ വേസിലാണ് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് കരുതൂ. അന്നേരം ഈ റോയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ എലമെന്റ് നോക്കൂ, 072, അപ്പൊ 72-ാമത്തെ സാമ്പിൾ എടുക്കുക. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് വേണം നമ്പേഴ്സ് നോക്കി പോവാൻ. 187 അവോയ്ഡ് ചെയ്തു, 729 അവോയ്ഡ് ചെയ്തു, 306 100-നേക്കാളും വലുത് ഒഴിവാക്കി, 770 ഒഴിവാക്കി, 425 ഒഴിവാക്കി, 108 100-നേക്കാളും വലുതാണ്, അവോയ്ഡ് ചെയ്യണം. 091 നോക്കൂ, 91-ാമത്തെ സാമ്പിൾ സെലക്ട് ചെയ്യുക. അങ്ങനെ സോ ഓൺ. ഓക്കെ, ഇതാണ് റാൻഡം നമ്പർ ടേബിൾ നോക്കാനുള്ള പ്രൊസീജിയർ. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആൻഡ് വിതൗട്ട് റീപ്ലേസ്മെന്റ് വെച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെ പോപ്പുലേഷനിൽ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 3, 7, 11 ആൻഡ് 15. നമ്മൾ ചെയ്യാനുള്ളത് ഈ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ ഓഫ് സൈസ് 2 സെലക്ട് ചെയ്യണം. അതെങ്ങനെയാണ് എന്നുള്ളത് പറയാം. 3, 7, 11, 15 പോപ്പുലേഷന്റെ സൈസ് 4 ആണ്. ഇതിൽ നിന്ന് 2 എണ്ണം വെച്ചിട്ടുള്ള സാമ്പിൾസുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റില് NCN സാമ്പിൾസുകൾ കിട്ടും. N എന്ന് വെച്ചു കഴിഞ്ഞാൽ പോപ്പുലേഷന്റെ സൈസ് 4 ആണ്. സ്മോൾ ലെറ്റർ എന്ന് വെച്ചാൽ 2 ആണ്. 4C2ന്റെ വാല്യൂ 6 ആണ്. അതെങ്ങനെ 6 കിട്ടി? 4 ഫാക്ടോറിയൽ 1 into 2 into 3 into 4 divided by 2 factorial 1 into 2 into 4 minus 2. 4 minus 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 4-ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 2. 2ന്റെ ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 into 2. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. 1 into 2, 1 into 2 കട്ട് ചെയ്തു. 2, 6, 4-ൽ 2 ടൈംസ് പോവും. 3 into 2, 6. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ്. എടുത്ത സാധനം തിരിച്ച് ആ ലോട്ടിൽ അല്ലെങ്കിൽ ആ ബോക്സിൽ ഇടാതെ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നുവെങ്കിൽ എങ്ങനെ വരാം? 3, 7 ഒരു കോമ്പിനേഷൻ വരാം. 3, 11, 3, 15,
Then next one 711, 715. Then last one 1150. നോക്കൂ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് പ്രകാരം 6 സാമ്പിൾസുകൾ കിട്ടിയിട്ടുണ്ട്. സെയിം സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ n സാമ്പിൾസ് ഉണ്ടാവും. n എന്ന് വെച്ചാല് പോപ്പുലേഷന്റെ സൈസ് 4 ആണ്. n സ്മോൾ ലെറ്റർ n 2 ആണ്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാല് 16 സാമ്പിൾസുകൾ കാണണം. സോ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്, എടുത്ത ഐറ്റം വീണ്ടും അതേ പ്ലേസില് വെക്കുന്നത് കൊണ്ട് ആദ്യത്തെ ഐറ്റം 3 ആണ്. അപ്പൊ എടുത്ത ഐറ്റം 3നെ വീണ്ടും അതിലിടുമ്പോ നമുക്ക് വീണ്ടും 3 കിട്ടാം. അല്ലെങ്കിൽ നെക്സ്റ്റ് വൺ 3 7, 3 11, 315. ദെൻ നെക്സ്റ്റ് ഇനി 7 സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുതാം. അപ്പൊ നോക്കൂ, 7 3 ആണ് നെക്സ്റ്റ് വൺ കിട്ടുന്ന സാമ്പിള്. അടുത്തത് 7 എടുത്തു, വീണ്ടും 7 തന്നെ വരാം. 7 ആദ്യം ചൂസ് ചെയ്തു, ആ ഒബ്ജക്റ്റ് ആ പ്ലേസിൽ തന്നെ വെച്ചു. വീണ്ടും എടുക്കുമ്പോൾ 7 തന്നെ സംഭവിക്കാം. അല്ലെങ്കിൽ 7 11, അല്ലെങ്കിൽ 7 15. ദെൻ നെക്സ്റ്റ് 11 വെച്ചിട്ടുള്ള കോമ്പിനേഷൻ സെലക്ട് ചെയ്യണു. 11 3, 11 7, 11 11, 11 15. Then next one, last one 15 3, 15 7, 15 11, then 15 15. അപ്പൊ നോക്കൂ, 15 ഐറ്റംസ് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റിലും വിതൗട്ട് റീപ്ലേസ്മെന്റിലും കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്ത മറ്റൊരു ക്വസ്റ്റ്യനും കൂടിയാണിത്. ഇവിടെ പോപ്പുലേഷനിൽ 5 എലമെന്റ്സ് ആണുള്ളത്. 2 എണ്ണം വെച്ച് സെലക്ട് ചെയ്യണം. വിത്ത് റീപ്ലേസ്മെന്റിലും വേണം, വിതൗട്ട് റീപ്ലേസ്മെന്റിലും വേണം. നിങ്ങൾ തനിയെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വിതൗട്ട് റീപ്ലേസ്മെന്റിൽ 5C2 10 സാമ്പിൾസുകൾ കിട്ടും. അതാണ് ഈ കാണുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ 5 സ്ക്വയർ ഈക്വൽ ടു 25 സാമ്പിൾസ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. If you like the video, please subscribe and press the bell icon.